ലെഫ്റ്റ് ഓവേഴ്സ്. കഴിഞ്ഞ ദിവസം വെച്ച ഭക്ഷണത്തിനെയാണ് നമ്മൾ ലെഫ്റ്റ് ഓവേഴ്സ് എന്ന് പറയുന്നത്. മീൻസ് ഇന്നലെ വെച്ച ഭക്ഷണത്തിനെയാണ് നമ്മൾ ലെഫ്റ്റ് ഓവേഴ്സ് എന്ന് പറയുന്നത്. രണ്ട് സെൻറ്റൻസുകൾ നോക്കാം. ഒന്നാമത്തത്, ഐ ഈറ്റ് ലെഫ്റ്റ് ഓവേഴ്സ്. ഞാൻ കഴിഞ്ഞ ദിവസം വെച്ച ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട്. ഐ ഈറ്റ് ലെഫ്റ്റ് ഓവേഴ്സ്. ഐ ഓൾവേസ് ഈറ്റ് ലെഫ്റ്റ് ഓവേഴ്സ്. ഞാൻ എപ്പോഴും കഴിഞ്ഞ ദിവസം വെച്ച ഭക്ഷണം കഴിക്കാറുണ്ട്. ഐ ഓൾവേസ് ഈറ്റ് ലെഫ്റ്റ് ഓവേഴ്സ്. ഡു യു ഹാവ് ടൈം ടു കുക്ക് ലഞ്ച്? നിനക്ക് ലഞ്ച് വെക്കാനായിട്ട് കുക്ക് ചെയ്യാനായിട്ട് സമയമുണ്ടോ? മീൻസ് സമയം കിട്ടാറുണ്ടോ? ഡു യു ഹാവ് ടൈം ടു കുക്ക് ലഞ്ച്? നോ, ഇല്ല. ഐ ഡോണ്ട് ഹാവ് ടൈം ടു കുക്ക് ലഞ്ച്. ഇല്ല, എനിക്ക് ലഞ്ച് കുക്ക് ചെയ്യാനായിട്ട് സമയം കിട്ടാറില്ല. സോ വാട്ട് ഡു യു ഈറ്റ്? പിന്നെ നീ എന്താണ് കഴിക്കാറുള്ളത്? ഐ യൂഷ്വലി ഹാവ് ലെഫ്റ്റ് ഓവേഴ്സ്. ഞാൻ സാധാരണയായിട്ട് കഴിഞ്ഞ ദിവസം വെച്ച ഭക്ഷണങ്ങളാണ് കഴിക്കാറുള്ളത്. ഐ യൂഷ്വലി ഹാവ് ലെഫ്റ്റ് ഓവേഴ്സ്. നെക്സ്റ്റ്, വാട്ട്സ് ഫോർ ലഞ്ച് ടുഡേ? ഇന്ന് ലഞ്ചിന് എന്താണ്? ഐ ബ്രോട്ട് സം ലെഫ്റ്റ് ഓവേഴ്സ് ഫ്രം ലാസ്റ്റ് നൈറ്റ്സ് ഡിന്നർ. ഞാൻ ലാസ്റ്റ് നൈറ്റിലെ ഡിന്നറിൻ്റെ കുറച്ച് ലെഫ്റ്റ് ഓവേഴ്സ് മീൻസ് ഭക്ഷണങ്ങൾ, കഴിഞ്ഞ ദിവസത്തെ ഭക്ഷണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഐ ബ്രോട്ട് സം ലെഫ്റ്റ് ഓവേഴ്സ് ഫ്രം ലാസ്റ്റ് നൈറ്റ്സ് ഡിന്നർ. നെക്സ്റ്റ്, ഡു യു മൈൻഡ് ഇഫ് യു ഹാവ് ലെഫ്റ്റ് ഓവേഴ്സ് ഫോർ ഡിന്നർ ടുനൈറ്റ്? ഇന്ന് രാത്രിയിൽ ഡിന്നറിന് ലെഫ്റ്റ് ഓവേഴ്സ് ആകുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡു യു മൈൻഡ് ഇഫ് യു ഹാവ് ലെഫ്റ്റ് ഓവേഴ്സ് ഫോർ ഡിന്നർ ടുനൈറ്റ്? നോട്ട് അറ്റ് ഓൾ. ഒരു പ്രശ്നവുമില്ല. ഐ ലവ് ലെഫ്റ്റ് ഓവേഴ്സ്. എനിക്ക് ലെഫ്റ്റ് ഓവേഴ്സ് ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസത്തെ ഭക്ഷണങ്ങൾ ഇഷ്ടമാണ്. ഐ ലവ് ലെഫ്റ്റ് ഓവേഴ്സ്. നെക്സ്റ്റ്, ആർ ദെയർ എനി ലെഫ്റ്റ് ഓവേഴ്സ് ഇൻ ദ ഫ്രിഡ്ജ്? ഫ്രിഡ്ജിൽ ലെഫ്റ്റ് ഓവേഴ്സ് വല്ലതും ഇരിപ്പുണ്ടോ? ഐ ആം ഹംഗ്രി. എനിക്ക് വിശക്കുന്നു. യെസ്, ദെയർ ആർ ലെഫ്റ്റ് ഓവേഴ്സ് ഇൻ ദ ഫ്രിഡ്ജ്. അതേ, ഫ്രിഡ്ജിൽ ലെഫ്റ്റ് ഓവേഴ്സ് ഇരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഭക്ഷണം ഇരിപ്പുണ്ട്. നെക്സ്റ്റ്, ഡു വി ഹാവ് എനിത്തിങ് ടു ഈറ്റ്? നമുക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ടുണ്ടോ? യെസ്, വി ഹാവ് ലെഫ്റ്റ് ഓവേഴ്സ് ഇൻ ദ ഫ്രിഡ്ജ്. അതേ, ഫ്രിഡ്ജിൽ ലെഫ്റ്റ് ഓവേഴ്സ് ഇരിപ്പുണ്ട്. നെക്സ്റ്റ്, വാട്ട് ആർ യു ഈറ്റിംഗ്? നീ എന്താണ് കഴിക്കുന്നത്? ജസ്റ്റ് സം ലെഫ്റ്റ് ഓവേഴ്സ്. കുറച്ച് ലെഫ്റ്റ് ഓവേഴ്സ് ആണ്, കഴിഞ്ഞ ദിവസത്തെ ഭക്ഷണമാണ്. നെക്സ്റ്റ്, വാട്ട്സ് ഇൻ ദ കണ്ടെയ്നർ? കണ്ടെയ്നറിനുള്ളിൽ എന്താണ്? ജസ്റ്റ് ലെഫ്റ്റ് ഓവർ പാസ്ത ഫ്രം ലാസ്റ്റ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റിലെ ലെഫ്റ്റ് ഓവർ പാസ്തയാണ്. ഇനി എന്തെങ്കിലും സാധനമോ വസ്തുക്കളോ അല്ലെങ്കിൽ ആഹാരമോ ചൂടാക്കണം എന്ന് പറയുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഫ്രേസൽ വെർബാണ് ഹീറ്റപ്പ്. അതേപോലെ തന്നെ നമ്മൾ മൈക്രോവേവിൽ വെച്ച് ആഹാരം ഉണ്ടാക്കുമല്ലോ. ഇങ്ങനെ മൈക്രോവേവിൽ വെച്ച് ആഹാരം ഉണ്ടാക്കുക എന്ന് പറയുവാനായിട്ട് നമ്മൾ ഹീറ്റപ്പ് എന്നുള്ള ഫ്രേസൽ വെർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മൈക്രോവേവിൽ വെച്ച് ആഹാരം കുക്ക് ചെയ്തു എന്ന് നമ്മൾ പറയാറില്ല. ഹീറ്റപ്പ് ചെയ്തു എന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അത് ഓർത്ത് വെച്ചിരിക്കുക. 2-3 എക്സാമ്പിൾ സെൻറ്റൻസുകൾ നോക്കാം. ഒന്നാമത്, ഡു യു ഹീറ്റപ്പ് യുവർ ലഞ്ച് ഇൻ ദ മൈക്രോവേവ്? നിങ്ങൾ നിങ്ങളുടെ ലഞ്ച് മൈക്രോവേവിൽ ചൂടാക്കാറുണ്ടോ? ഡു യു ഹീറ്റപ്പ് യുവർ ലഞ്ച് ഇൻ ദ മൈക്രോവേവ്? യെസ്, ഐ ഹീറ്റപ്പ് മൈ ലഞ്ച് ഇൻ ദ മൈക്രോവേവ്. അതേ, ഞാൻ എൻ്റെ ലഞ്ച് മൈക്രോവേവിൽ ചൂടാക്കാറുണ്ട്. ജസ്റ്റ് ഹീറ്റപ്പ് ദ ഫുഡ് ഇൻ ദ മൈക്രോവേവ്. മൈക്രോവേവിൽ ഫുഡൊന്ന് ചൂടാക്കൂ. ജസ്റ്റ് ഹീറ്റപ്പ് ദ ഫുഡ് ഇൻ ദ മൈക്രോവേവ്. ദേ ആൾവേസ് ഹീറ്റപ്പ് ദെയർ ലഞ്ച് ഇൻ ദ ഓഫീസ് മൈക്രോവേവ്. അവർ എപ്പോഴും അവരുടെ ലഞ്ച് ഓഫീസ് മൈക്രോവേവിൽ ചൂടാക്കാറുണ്ട്. ദേ ആൾവേസ് ഹീറ്റപ്പ് ദെയർ ലഞ്ച് ഇൻ ദ ഓഫീസ് മൈക്രോവേവ്. നെക്സ്റ്റ്, I'll be back in a minute. ഞാനിപ്പോൾ വരാം. ഐ നീഡ് ടു ഹീറ്റ് അപ്പ് മൈ ലഞ്ച്. എനിക്കെൻ്റെ ലഞ്ച് ഒന്ന് ചൂടാക്കണം. ഐ നീഡ് ടു ഹീറ്റ് അപ്പ് മൈ ലഞ്ച്. നെക്സ്റ്റ്, I'll be right there. ഞാനിപ്പോൾ അവിടെ വരാം. ഐ ജസ്റ്റ് നീഡ് ടു ഹീറ്റ് അപ്പ് മൈ ലഞ്ച് ഇൻ ദ മൈക്രോവേവ്. എനിക്കെൻ്റെ ലഞ്ച് മൈക്രോവേവിൽ വെച്ചൊന്ന് ചൂടാക്കണം. ഐ ജസ്റ്റ് നീഡ് ടു ഹീറ്റ് അപ്പ് മൈ ലഞ്ച് ഇൻ ദ മൈക്രോവേവ്. നെക്സ്റ്റ്, കുഡ് യു പ്ലീസ് ഹീറ്റ് അപ്പ് ദ ലെഫ്റ്റ് ഓവേഴ്സ് ഇൻ ദ മൈക്രോവേവ്? മൈക്രോവേവിൽ ലെഫ്റ്റ് ഓവേഴ്സ് ഒന്ന് ചൂടാക്കാമോ? കുഡ് യു പ്ലീസ് ഹീറ്റ് അപ്പ് ദ ലെഫ്റ്റ് ഓവേഴ്സ് ഇൻ ദ മൈക്രോവേവ്? വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദ കിച്ചൺ? നീ കിച്ചണിൽ എന്താണ് ചെയ്യുന്നത്? ഐ എം ഹീറ്റിംഗ് അപ്പ് സം ലെഫ്റ്റ് ഓവേഴ്സ് ഫോർ ലഞ്ച്. ഞാൻ ലഞ്ചിനായിട്ട് കുറച്ച് ലെഫ്റ്റ് ഓവേഴ്സ് ചൂടാക്കുകയാണ്. ഐ എം ഹീറ്റിംഗ് അപ്പ് സം ലെഫ്റ്റ് ഓവേഴ്സ് ഫോർ ലഞ്ച്. നെക്സ്റ്റ്,
വാട്ട്സ് ദാറ്റ് സ്മെൽ? എന്താണ് ആ സ്മെല്ല്? ഐ എം ഹീറ്റിംഗ് അപ്പ് സം പീസ ഇൻ ദ ഓവൻ. ഞാൻ ഓവനിൽ കുറച്ച് പീസ ചൂടാക്കുകയാണ്. ഐ എം ഹീറ്റിംഗ് അപ്പ് സം പീസ ഇൻ ദ ഓവൻ. നെക്സ്റ്റ്, ലെറ്റ്സ് ഹീറ്റ് അപ്പ് സം പീസ സ്ലൈസസ് ഫോർ എ ക്വിക്ക് സ്നാക്ക്. പെട്ടെന്നുള്ള സ്നാക്സിനായിട്ട് നമുക്ക് കുറച്ച് പീസ സ്ലൈസസ് ചൂടാക്കാം. ലെറ്റ്സ് ഹീറ്റ് അപ്പ് സം പീസ സ്ലൈസസ് ഫോർ എ ക്വിക്ക് സ്നാക്ക്. നെക്സ്റ്റ്, ഐ എം ഹീറ്റിംഗ് അപ്പ് സം സൂപ്പ് ഫോർ എ ക്വിക്ക് മീൽ. ഒരു ക്വിക്ക് മീലിനായിട്ട് ഞാൻ കുറച്ച് സൂപ്പ് ചൂടാക്കുകയാണ്. ഐ എം ഹീറ്റിംഗ് അപ്പ് സം സൂപ്പ് ഫോർ എ ക്വിക്ക് മീൽ. നെക്സ്റ്റ്, ഈസ് ഇറ്റ് കോൾഡ് ഹിയർ? ഇവിടെ തണുപ്പാണോ? യെസ്, അതെ, തണുപ്പാണ്. ഐ വിൽ ഹീറ്റ് അപ്പ് ദ റൂം ബൈ ടേണിംഗ് ഓൺ ദ ഹീറ്റർ. ഞാൻ ഹീറ്റർ ഓൺ ആക്കിയിട്ട് റൂം ചൂടാക്കാം. ഐ വിൽ ഹീറ്റ് അപ്പ് ദ റൂം ബൈ ടേണിംഗ് ഓൺ ദ ഹീറ്റർ. ഇനി നമ്മളുടെ കുട്ടികളുടെ സ്കൂൾ കഴിഞ്ഞാലുടനെ നമ്മൾ അവരെ സ്കൂളിൽ പോയി വിളിക്കുമല്ലോ, അവിടെ ചെന്ന് അവരെ എടുത്തുകൊണ്ടുവരുമല്ലോ. ഇങ്ങനെ സ്കൂളിൽ പോയി വിളിക്കുക എന്ന് പറയുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഫ്രേസാണ് പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ. ഓർക്കുക, ഫ്രം യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും പറയാവുന്നതാണ് പിക്ക് ദ കിഡ്സ് അപ്പ് ഫ്രം സ്കൂൾ. പിക്കപ്പ് ഒരു സപ്പറബിളാണ്. പിക്ക് ദ കിഡ്സ് അപ്പ് ഫ്രം സ്കൂൾ എന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. 2-3 സെൻറ്റൻസുകൾ നോക്കാം. ഒന്നാമത്തത്, വാട്ട് ടൈം ഡു യു പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ? എത്ര മണിക്കാണ് നിങ്ങൾ കുട്ടികളെ സ്കൂളിൽ പോയി വിളിക്കുന്നത്? വാട്ട് ടൈം ഡു യു പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ? ഐ പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ അറ്റ് 3 PM. 3 മണിക്കാണ് ഞാൻ കുട്ടികളെ സ്കൂളിൽ പോയി വിളിക്കുന്നത്. ഐ പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ അറ്റ് 3 PM. നെക്സ്റ്റ്, ഡു യു യൂഷ്വലി പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ? നിങ്ങൾ സ്ഥിരമായിട്ട് കുട്ടികളെ സ്കൂളിൽ പോയി വിളിക്കാറുണ്ടോ? യെസ്, ഐ യൂഷ്വലി പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ. അതെ, ഞാൻ സ്ഥിരമായിട്ട് കുട്ടികളെ സ്കൂളിൽ പോയി വിളിക്കാറുണ്ട്. നെക്സ്റ്റ്, ഡിഡ് യു പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ യെസ്റ്റർഡേ? ഇന്നലെ നിങ്ങൾ കുട്ടികളെ സ്കൂളിൽ പോയി എടുത്തായിരുന്നോ? അവിടെ നിന്ന് വിളിച്ചായിരുന്നോ? ഡിഡ് യു പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ യെസ്റ്റർഡേ? യെസ്, ഐ പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ യെസ്റ്റർഡേ. അത് ഞാൻ ഇന്നലെ കുട്ടികളെ സ്കൂളിൽ പോയി എടുത്തായിരുന്നു, അവിടെ നിന്ന് വിളിച്ചായിരുന്നു. നെക്സ്റ്റ്, ഡിഡ് യു പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ? നിങ്ങൾ കുട്ടികളെ സ്കൂളിൽ പോയി എടുത്തോ? അവിടെ നിന്ന് വിളിച്ചോ? ഡിഡ് യു പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ? യെസ്, ഐ പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ. അത് ഞാൻ കുട്ടികളെ സ്കൂളിൽ പോയി എടുത്തു. യെസ്, ഐ പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ. നെക്സ്റ്റ്, വേർ ഡു യു യൂഷ്വലി പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ? നിങ്ങൾ കുട്ടികളെ സ്കൂളിൽ നിന്ന് സാധാരണയായിട്ട് എവിടെ നിന്നാണ് കളക്ട് ചെയ്യാറുള്ളത്? വേർ ഡു യു യൂഷ്വലി പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ? ഐ യൂഷ്വലി പിക്ക് ദം അപ്പ് ഫ്രം ദ മെയിൻ എൻട്രൻസ് ഓഫ് ദ സ്കൂൾ. ഞാൻ സാധാരണയായിട്ട് അവരെ സ്കൂളിൻ്റെ മെയിൻ എൻട്രൻസിൽ നിന്നാണ് കളക്ട് ചെയ്യാറുള്ളത്, എടുക്കാറുള്ളത്. ഐ യൂഷ്വലി പിക്ക് ദം അപ്പ് ഫ്രം ദ മെയിൻ എൻട്രൻസ് ഓഫ് ദ സ്കൂൾ. നെക്സ്റ്റ്, ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ? കുട്ടികളെ സ്കൂളിൽ നിന്ന് എടുക്കുവാനായിട്ട് എത്ര സമയമെടുക്കും? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ? ഇറ്റ് യൂഷ്വലി ടേക്സ് അബൌട്ട് 10 minutes. അത് സാധാരണയായിട്ട് 10 മിനിറ്റ് എടുക്കും. ഇറ്റ് യൂഷ്വലി ടേക്സ് അബൌട്ട് 10 minutes. നെക്സ്റ്റ്, ഹൂ വിൽ പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ? ആർ കുട്ടികളെ സ്കൂളിൽ പോയി വിളിക്കും? ഹൂ വിൽ പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ? മാം വിൽ പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ. മാം കുട്ടികളെ സ്കൂളിൽ പോയി വിളിക്കും. മാം വിൽ പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ. നെക്സ്റ്റ്, ഹൂ ഈസ് ഗോയിങ് ടു പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ ടുഡേ? ഇന്ന് ആര് കുട്ടികളെ സ്കൂളിൽ പോയി വിളിക്കും? ഹൂ ഈസ് ഗോയിങ് ടു പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ ടുഡേ? ഐ വിൽ പിക്ക് ദം അപ്പ് ഫ്രം സ്കൂൾ ടുഡേ. ഞാൻ ഇന്ന് അവരെ സ്കൂളിൽ പോയി വിളിക്കും. ഐ വിൽ പിക്ക് ദം അപ്പ് ഫ്രം സ്കൂൾ ടുഡേ. നെക്സ്റ്റ്, ഹൗ ഡു യു പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ? നിങ്ങൾ എങ്ങനെയാണ് കുട്ടികളെ സ്കൂളിൽ പോയി വിളിക്കുന്നത്? ഹൗ ഡു യു പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ? ഐ യൂഷ്വലി ഡ്രൈവ് ദെയർ. ഞാൻ സാധാരണയായിട്ട് ഡ്രൈവ് ചെയ്താണ് പോകാറുള്ളത്. മീൻസ് കാറിലാണ് ഞാൻ അവരെ പോയി വിളിക്കാറുള്ളത്. ഐ യൂഷ്വലി ഡ്രൈവ് ദെയർ. നെക്സ്റ്റ്, കുഡ് യു പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ ടുമോറോ? നാളെ നിങ്ങൾ കുട്ടികളെ സ്കൂളിൽ പോയി ഒന്ന് വിളിക്കാമോ? കുഡ് യു പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ ടുമോറോ? യെസ്, ഞാൻ വിളിക്കാം. ഐ ക്യാൻ പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ ടുമോറോ. എനിക്ക് നാളെ കുട്ടികളെ സ്കൂളിൽ പോയി വിളിക്കുവാനായിട്ട് സാധിക്കും. ഐ ക്യാൻ പിക്ക് അപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ ടുമോറോ. നെക്സ്റ്റ്,
വൈ വെയർ യു ലേറ്റ് ടു പിക്കപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ? നിങ്ങൾ എന്തുകൊണ്ടാണ് കുട്ടികളെ സ്കൂളിൽ നിന്ന് എടുക്കുവാനായിട്ട് താമസിച്ചത്? വൈ വെയർ യു ലേറ്റ് ടു പിക്കപ്പ് ദ കിഡ്സ് ഫ്രം സ്കൂൾ? ഐ വാസ് സ്റ്റക്ക് ഇൻ ട്രാഫിക്. ഞാൻ ട്രാഫിക്കിൽ സ്റ്റക്കായിപ്പോയി. ഐ വാസ് സ്റ്റക്ക് ഇൻ ട്രാഫിക്. ഇനി നമ്മളുടെ ഷൂസ്, ജാക്കറ്റ്, കോട്ട്, ഷർട്ട്, ഗ്ലാസസ് എന്നിവയൊക്കെ റിമൂവ് ചെയ്തു എന്ന് പറയുവാനായിട്ട് നമ്മൾ ടേക്ക് ഓഫ് എന്നുള്ള ഫ്രേസൽ വെർബ് ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. 2-3 സെൻറ്റൻസുകൾ നോക്കാം. ടേക്ക് ഓഫിൻ്റെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. 2-3 സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഐ ടുക്ക് ഓഫ് മൈ ഷൂസ്. ഞാൻ എൻ്റെ ഷൂസ് റിമൂവ് ചെയ്തു. ഐ ടുക്ക് ഓഫ് മൈ ഷൂസ്. ഐ ടുക്ക് മൈ ഷൂസ് ഓഫ്. ടേക്ക് ഓഫ് ഒരു സപ്പറബിളാണ്. ഐ ടുക്ക് മൈ ഷൂസ് ഓഫ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഐ ടുക്ക് മൈ ഷൂസ് ഓഫ്. ഞാൻ എൻ്റെ ഷൂസ് റിമൂവ് ചെയ്തു. ഐ ടുക്ക് ദം ഓഫ്. ഞാൻ എൻ്റെ ഷൂസ് റിമൂവ് ചെയ്തു. ഐ ടുക്ക് ദം ഓഫ്. ഐ ടുക്ക് ഓഫ് ദം എന്ന് നമ്മൾ പറയാറില്ല. അതായത് പ്രോണൗൺ നമ്മൾ ടേക്ക് ഓഫിന് ശേഷം ആഡ് ചെയ്ത് പറയാറില്ല. ടേക്ക് ഓഫിൻ്റെ മിഡിൽ ആഡ് ചെയ്തേ പറയാറുള്ളൂ. ഐ ടുക്ക് ദം ഓഫ്. ഞാൻ എൻ്റെ ഷൂസ് റിമൂവ് ചെയ്തു. നെക്സ്റ്റ്, ഐ നീഡ് ടു ടേക്ക് ഓഫ് ദിസ് സ്വെറ്റർ. എനിക്ക് ഈ സ്വെറ്റർ റിമൂവ് ചെയ്യണം. ഐ നീഡ് ടു ടേക്ക് ഓഫ് ദിസ് സ്വെറ്റർ. ഐ നീഡ് ടു ടേക്ക് ഓഫ് മൈ ബൂട്ട്സ്. എനിക്ക് എൻ്റെ ബൂട്ട്സ് റിമൂവ് ചെയ്യണം. ഐ നീഡ് ടു ടേക്ക് ഓഫ് മൈ ബൂട്ട്സ്. ഐ നീഡ് ടു ടേക്ക് ഓഫ് മൈ ബെൽറ്റ്. എനിക്ക് എൻ്റെ ബെൽറ്റ് റിമൂവ് ചെയ്യണം. ഐ നീഡ് ടു ടേക്ക് ഓഫ് മൈ ബെൽറ്റ്. നെക്സ്റ്റ്, ലെറ്റ്സ് ടേക്ക് ഓഫ് അവർ ജാക്കറ്റ്സ്. ഇറ്റ്സ് വാം ഇൻസൈഡ്. നമുക്ക് നമ്മുടെ ജാക്കറ്റ് റിമൂവ് ചെയ്യാം. ഇറ്റ്സ് വാം ഇൻസൈഡ്. ഇതിനകത്ത് നല്ല ചൂടാണ്. ലെറ്റ്സ് ടേക്ക് ഓഫ് അവർ ജാക്കറ്റ്സ്. ഇറ്റ്സ് വാം ഇൻസൈഡ്. ഐ നീഡ് ടു ടേക്ക് ഓഫ് മൈ കോട്ട്. ഇറ്റ്സ് ഗെറ്റിംഗ് ടു വാം ഇൻ ഹിയർ. എനിക്ക് എൻ്റെ കോട്ട് റിമൂവ് ചെയ്യണം. ഇറ്റ്സ് ഗെറ്റിംഗ് ടു വാം ഇൻ ഹിയർ. ഇവിടെ നല്ല ചൂടെടുക്കുന്നു. നെക്സ്റ്റ്, ഐ ആൾവേസ് ടേക്ക് ഓഫ് മൈ ഗ്ലാസസ് ബിഫോർ ഗോയിങ് ടു ബെഡ്. കിടക്കുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും എൻ്റെ ഗ്ലാസസ് റിമൂവ് ചെയ്യാറുണ്ട്. ഐ ആൾവേസ് ടേക്ക് ഓഫ് മൈ ഗ്ലാസസ് ബിഫോർ ഗോയിങ് ടു ബെഡ്.